മലപ്പുറം സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം. കൊട്ടേഷൻ സംഘം തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ ശേഷം അതിക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് കർണാടകയിലേക്ക് കടത്താനുള്ള നീക്കം. അതിനിടെ രാത്രിയിൽ പാലക്കാട്ടെ ഒരു വീട്ടിൽ തടവിൽ പാർപ്പിച്ചപ്പോൾ തോക്കിൻ മുനയിൽ നിർത്തി ഭീഷണി. അപ്പോൾ മുഹമ്മദ് അലി മകനയച്ചൊരു സന്ദേശമുണ്ട്: പോലീസിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, 70 കോടി രൂപ അവർക്ക് കൊടുക്കണം. ഈ ശബ്ദ സന്ദേശം ന്യൂസ് 18 പുറത്തുവിടുകയാണ്. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായകമാണ് ഈ ദൃശ്യങ്ങളും ഓഡിയോയും. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണങ്ങളും ന്യൂസ് 18 ലഭിച്ചു. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് സൂചന. കർണാടക കേന്ദ്രീകരിച്ചുള്ള മലയാളികളടങ്ങിയ ഗുണ്ടാ സംഘമാണ് കേസിന് പിന്നിലെന്നാണ് വിവരം. സൗദിയിലെ ജിദ്ദ നാഷണൽ ആശുപത്രി, റയാൻ മെഡിക്കൽ ഗ്രൂപ്പ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറായ BP മുഹമ്മദ് അലിയെ ഒരാഴ്ച മുൻപാണ് കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത്. ജിദ്ദയിലേക്ക് പോകുന്നതിനായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ ആറങ്ങോട്ടുകര കോഴിക്കോട്ടിരി പാലത്തിന് സമീപത്ത് വെച്ചാണ് കാറിലെത്തിയ സംഘം മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. വാഹനത്തെ പിന്തുടർന്നെത്തിയ ഇന്നോവ കാറിലുണ്ടായിരുന്ന അജ്ഞാത സംഘം വാഹനം തടഞ്ഞു നിർത്തി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി BP മുഹമ്മദ് അലിയെ സ്വന്തം കാറിൽ നിന്ന് ബലമായി ഇറക്കി അവരുടെ വാഹനത്തിൽ കയറ്റി അതിവേഗം കടന്നുകളയുകയായിരുന്നു. കേസിൽ കൊട്ടേഷൻ സംഘത്തിന് വേണ്ടി അന്വേഷണം നടക്കുമ്പോഴാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കൊട്ടേഷൻ സംഘം മുഹമ്മദ് അലിയെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയെന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. കൊട്ടേഷൻ സംഘത്തിന്റെ പിടിയിലായ ശേഷം വിദേശത്തുള്ള മകന്റെ നമ്പറിലേക്ക് 70 കോടി രൂപ നൽകണമെന്ന രീതിയിൽ മുഹമ്മദ് അലി അയച്ച ശബ്ദ സന്ദേശവും പുറത്തുവന്നു. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാട് എന്നാണ് വിവരം. മോനെ അലി, എടാ 70 കോടി റുപ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. ഇതിൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ അവർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല, ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും ഇനി പോയിട്ട് ഒരു കാര്യമല്ല. തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് അലിയെ പാലക്കാട് കോതക്കുറിശ്ശിയിലുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കവെയാണ് രക്ഷപ്പെട്ടത്. സംഘം ഉറക്കത്തിലായ സമയം നോക്കി ഞായറാഴ്ച പുലർച്ചെയോടെ അദ്ദേഹം ഇറങ്ങി ഓടി സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. കൊട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് സൂചന. എന്നാൽ കൊട്ടേഷൻ നൽകിയവരെ കുറിച്ചും ക്രിമിനൽ സംഘത്തെക്കുറിച്ചും ഇതുവരെ യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതികൾക്ക് ഒത്താശ ചെയ്തതിന്റെ പേരിൽ പനമണ്ണ സ്വദേശി അഭിജിത്തിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങാനെത്തിയ 3 പേരെ പോലീസ് കോടതി വളപ്പിൽ നിന്ന് പിടികൂടി. കേസിൽ കർണാടക കേന്ദ്രീകരിച്ചുള്ള മലയാളികളടങ്ങിയ ഗുണ്ട സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസ്. ന്യൂസ് 18 പാലക്കാട്.